ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. പെരുന്നാളൊക്കെ ഉഷാറായിപ്പോയോ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ റവ കൊണ്ടുള്ള അപ്പാട്ടോ. നല്ല ടേസ്റ്റാണ് ഈ അപ്പം ഉണ്ടാക്കി. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് രാവിലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. കറിയൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. റവയും മൈദയും വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. മുട്ടയും ഇത് മൂന്നും കൂടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് റവ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കുമല്ലോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴേ ചായയുടെ കൂടെ ചൂട് ചായയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. നമുക്ക് തുടങ്ങിയാലോ. ഒരു കപ്പ് റവ കേട്ടോ, ഒരു കപ്പ് മൈദ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മുട്ട മാത്രം പാർന്ന് കൊടുക്കട്ടെ. രണ്ടെണ്ണം ഒഴിക്കാവാണെങ്കിൽ, പക്ഷേ രണ്ടെണ്ണം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു 3-4 സ്പൂണ് പഞ്ചസാര കേട്ടോ. പഞ്ചസാര നിങ്ങളെ മധുരത്തിന് പാകത്തിന്, ഞാൻ വല്ലാതെ മധുരം ഇട്ടിട്ടില്ല, നിങ്ങൾ ചേർത്തോളി കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. ഇനി കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് വെള്ളമൊക്കെ പാകത്തിന് പാർന്ന് കണ്ട്, അധികം വെള്ളമാകരുത്, എന്നാൽ ടൈറ്റും ആകരുത്. അങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴുള്ള റവയൊക്കെ ഒന്ന് കുതിർന്ന് റെഡിയാകുക. ഒരു 5 മിനിറ്റ് വെച്ചാലും മതി. റവയൊക്കെ ഒന്ന് കുതിർന്നാലേ എളുപ്പത്തിൽ അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് പുറത്ത് ലേശം ഈസ്റ്റ് ഇട്ടിട്ട് 10 മിനിറ്റ് വെക്കുക. ഈസ്റ്റ് വേണമെങ്കിൽ ഓപ്ഷനാട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി, പറ്റാത്തവരിടണ്ട. ഈസ്റ്റ് ഇട്ടില്ലെങ്കിലും ഇത്, ഞാൻ അപ്പോൾ ഇതിൽ ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈസ്റ്റ് ഇട്ടില്ലെങ്കിലും ഇത് നന്നായി പൊങ്ങി വരും കേട്ടോ. നല്ല രസമാണ്. ഒരു 5 മിനിറ്റ് വെച്ചാലും മതി. ഞാനൊരു 10 മിനിറ്റ് വെച്ചു, ഒന്നുണ്ട് ഉഷാറാകാൻ, ഒന്ന് നരച്ച് വരാൻ. ഇതിങ്ങനെ ചിരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കുതിർന്ന് വരട്ടെ റവയൊക്കെ. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് റവി. രാവിലെ നമ്മളെ എളുപ്പത്തിലൊരു കടി ഉണ്ടാക്കാൻ, എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം രാവിലെ ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമ്മൾ ആലോചിച്ച് എവിടേക്കൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിലേ, തിരക്കില്ല ദിവസത്തിൽ നമുക്ക് എളുപ്പം കറിയൊന്നും ഉണ്ടാക്കാൻ ഒഴിവില്ല. അപ്പോൾ അത് ചായയുടെ കൂടെ അധികം കറിൻ്റെ ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ഒരു പലഹാരം ഇവിടുക്കെത്തൂല കേട്ടോ. ഇത് ചായയുടെ കൂടെ അങ്ങനെ കൂട്ടി രാവിലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. ഒന്ന് ഇളക്കി നോക്കട്ടോ. ഇപ്പം നമ്മൾ നല്ലോണം മിക്സിയിലൊക്കെ അടിച്ചിട്ട് തോയിച്ചാട്ടോ. നമുക്ക് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം. ഇങ്ങനെ ആറ്റി നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ കുറുകൽ. വല്ലാതെ ലൂസാകാനും പറ്റില്ല, വല്ലാതെ ടൈറ്റാകാനും പറ്റില്ല. ഇതൊരു പാകത്ത് ദോശമാവിൻ്റെയൊക്കെ ഒരു കണ്ടൻസൻസി കേട്ടോ. നല്ലോണം ഇളക്കി നോക്കിയിട്ടേ അല്ലേ. ഇനി ഉപ്പൊക്കെ വേണമെങ്കിൽ ഇതിൽ നോക്കട്ടോ. ഞാൻ മധുരം പഞ്ചസാരയൊക്കെ ഒന്ന് കുറവാണെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് ഇളക്കട്ടോ. നമുക്ക് അടച്ചു വെക്കാം കുറച്ച് നേരം, 10 മിനിറ്റ് അടച്ചു വെക്കാം. ഒക്കെ 10 മിനിറ്റ് കഴിഞ്ഞൊക്കെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്, ഉഷാറായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അടുപ്പത്ത് വെക്കട്ടോ. അത് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കോരി ഒഴിക്കാം. ഇങ്ങനെ ഒരു തവ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഒഴിക്കുക. നല്ല തീ കൂട്ടണം കേട്ടോ, ഫ്ലെയിം കൂട്ടണം. അപ്പോൾ ഇളക്കൊന്നും വേണ്ട, അങ്ങനെ ഒഴിച്ചാൽ മതി. ചെറുതായിട്ട് കുമിളകൾ വരുമ്പോൾ അത് അടച്ചാൽ മതി. എന്നിട്ട് തീ കുറക്കുക. ഇത്ര പണിയുള്ളത് ഉണ്ടാക്കാൻ. ഇതാദ്യം ഉണ്ടാക്കിയത് വല്ലാതെ പിന്നെ ശരിയായിട്ടില്ല. ചട്ടി വല്ലാതെ ചൂടാകാതെ പറഞ്ഞിട്ടേ, ചട്ടി നല്ലോണം ചൂടാകണം. രണ്ടാമത് ഉണ്ടാക്കിയത് നല്ല നേരം. ഇനി കുറച്ച് നെയ്യേ അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തുറന്ന് വെച്ചിട്ട് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് മറിച്ചിടാം. നല്ലൊരു ടേസ്റ്റ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യണേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇങ്ങനെയാണല്ലേ, ഇതേപോലെ ഒന്ന് അമർത്തി ഇങ്ങനെ കൊടുക്കുമ്പോഴേ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. തീ കുറച്ചിട്ട് മറിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോഴേ ചെറുതായിട്ട് പൊള്ള വരും. പത്തിരി ചപ്പാത്തിയൊക്കെ പലക്കാണ്, വല്ലാതൊന്നുമല്ല, പാകത്തിന് ഇങ്ങനെ ഒരു പൊള്ള വരും. അപ്പോഴാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഇനി മാങ്ങിയേക്കാം. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ.
ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കി. ഞാൻ ഇപ്പം ഇന്ന് രാവിലെ ഞായറാഴ്ചയൊക്കെ ആയപ്പോൾ വേഗം ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ, അപ്പോൾ ഇന്ന് വേഗം ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് എടുത്ത് വീഡിയോ ഇട്ടതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി. രണ്ടാമത് ചുട്ട നല്ല നേരമായിട്ടോ. എൻ്റെ പൊള്ള വരുന്നുണ്ടല്ലേ, മറിച്ചിടുമ്പോൾ ചെറുതായിട്ട് പൊള്ള വരുന്നുണ്ട്. നെയ്യ് പറ്റിയിട്ടൊന്ന് മറിച്ചിട്ടിട്ട് ഞാൻ അമർത്തി കൊടുത്താൽ മതി. അങ്ങേ ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടും. ചെറുതായിട്ട് കരിഞ്ഞു പോകാനാക്കിയത്. ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് അടുത്ത ദോശ വരാം. രണ്ടാമത് ഒഴിച്ചത് നല്ല നേരമായിട്ടോ. ആദ്യം ഒഴിച്ച ചട്ടി ചൂട് കുറവായിരുന്നു. ഇത് നന്നായിട്ടുണ്ട്. പൊള്ളയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ക്ഷമ വേണം ചുടണമെങ്കിൽ. അങ്ങനെ തിരക്കൂടി ചുടാനൊന്നും പറ്റില്ല. പൊള്ള വന്നിട്ട് നമുക്ക് അടച്ചേക്കാം. അടച്ചിട്ട് തീ കുറച്ചിട്ട് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് വരട്ടിയിട്ട് മറിച്ചിട്ടിട്ട് വെക്കുക. മറിച്ചിടുമ്പോൾ അതിൻ്റെ പിന്നെ മേലെ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. നെയ്യ് വരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മറിച്ചിടാം. നെയ്യ് തന്നെ പരറ്റി കൊടുക്കണം കേട്ടോ. എണ്ണയാകുമ്പോൾ അതിൻ്റെ മണം ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല നെയ്യ് ലേശം പരറ്റി കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാട്ടോ. ഇത് എന്തിൻ്റെ പോലെ, പൊറാട്ടൻ്റെ പോലെയൊന്നും അറിയില്ല. നല്ലൊരു ടേസ്റ്റാണ്. ചെറിയൊരു മധുരമുണ്ട്. നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നമ്മൾ ചട്ടകം കൊണ്ടൊക്കെ ഇങ്ങനെ അമർത്തുമ്പോഴേ കണ്ടില്ലേ പൊള്ള വരുന്നുണ്ട് അതിന്. നമുക്ക് കുറച്ച് ചുട്ടെടുത്താലോ? വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗെയ്സ് നമ്മുടെ അപ്പങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ച്.